ഹരിനാമകീർത്തനത്തിലേക്ക് സ്വാഗതം. മൽപ്രാണനും പരനും ഒന്നെന്നുറപ്പവന്, തൽപ്രാണദേഹവും അനിത്യം കളത്രധനം. സ്വപ്നാദിയിൽ പലവു കണ്ടാൽ ഉണർന്നവനോടൊപ്പം ഗ്രഹിക്കാം ഹരിനാരായണായ നമ. എന്താണ് ഒരു ജ്ഞാനിയുടെ അനുഭവം? അതാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. ജ്ഞാനിക്ക് ജീവാത്മാവും പരമാത്മാവും ഒന്നു തന്നെ എന്ന ഉറപ്പുണ്ട്. അതിനാൽ സ്വന്തം പ്രാണനും ശരീരവും കുടുംബവും സ്വത്തുമെല്ലാം അനിത്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇത് ഏതുപോലെയാണെന്നോ, സ്വപ്നത്തിൽ നാം പല കാഴ്ചകൾ കണ്ട് ഭ്രമിക്കാറുണ്ട്. സ്വപ്നം വിട്ടുണർന്നാൽ സ്വപ്ന കാഴ്ചകളൊക്കെ മിഥ്യയാണെന്ന് മനസ്സിലാകില്ലേ? അതുപോലെ തന്നെ ഇതാണ് ജ്ഞാനിയുടെ അവസ്ഥ. ശരീരം, മനസ്സ് എന്നിവയെല്ലാം മായാനിർമ്മിതമായ ജഡവസ്തുക്കളാണ്. അതിൽ പ്രതിഫലിക്കുന്ന പരമാത്മപ്രകാശമാണ് ആത്മബോധം. എന്നാൽ ശരീരവും മനസ്സുമാണ് യാഥാർത്ഥ്യമെന്ന് നാം തെറ്റായി ധരിക്കുന്നു. വ്യാവഹാരിക ലോകത്ത് വ്യാപരിക്കുമ്പോൾ നാമരൂപങ്ങളെയാണ് നാം ആശ്രയിക്കുന്നത്. അവയാണ് സത്യമെന്ന് കരുതിപ്പോരുന്നു. ഈ കാണുന്നതൊന്നുമല്ല സത്യം. നേതി നേതി എന്ന് മനസ്സിലാക്കി നാമരൂപങ്ങൾക്ക് അപ്പുറത്തേക്ക് സഞ്ചരിക്കുക. അപ്പോഴാണ് ഉപനിഷത്ത് മഹാവാക്യങ്ങളുടെ പൊരുള് നാം അറിയുന്നത്. ഐതരേയ ഉപനിഷത്ത് പറയുന്നു, പ്രജ്ഞാനം ബ്രഹ്മ. വ്യക്തിക്കുള്ളിലെ ആത്മബോധവും ബ്രഹ്മവും ഒന്നു തന്നെയാണ്. ബൃഹദാരണ്യക ഉപനിഷത്ത് പറയുന്നു, അഹം ബ്രഹ്മാസ്മി. ചാന്തോക്യ ഉപനിഷത്തിലേതാണ് തത്വമസി എന്ന മഹാവാക്യം. അതു നീ തന്നെ എന്നാണ് അതിനർത്ഥം. മാണ്ഡൂക്യത്തിൽ പറയുന്നു, അയം ആത്മാ ബ്രഹ്മ. ഈ ആത്മാവ് ബ്രഹ്മം തന്നെയാണ്. ഒരു ജ്ഞാനിക്ക് ഇത് പ്രത്യക്ഷാനുഭവമായി വർത്തിക്കുന്നു. അപ്പോൾ ആത്മബോധമൊഴികെ മറ്റെല്ലാം, ശരീരമോ മനസ്സോ പ്രാണനോ കളത്രമോ ധനമോ ബാഹ്യമായ മറ്റെന്തെങ്കിലുമോ, അവയെല്ലാം മിഥ്യയാണെന്ന് അറിയുന്നു. ഇവയൊന്നും ഒരു കാലത്ത് ഉണ്ടായിരുന്നില്ല, പിന്നീടെപ്പോഴോ ഉണ്ടായി. അതുപോലെ തന്നെ മറയുകയും ചെയ്യുന്നു. ആത്മപ്രകാശത്തിനൊഴികെ മറ്റൊന്നിനും ശാശ്വത സ്വഭാവമില്ല. സത്യമായത് സനാതനമാണ്. അതിന് മാറ്റമുണ്ടാകില്ല. മാറ്റമുണ്ടാകുന്നതെല്ലാം അസത്യം അഥവാ മിഥ്യ. സ്വപ്നത്തിൽ കാണുന്ന കാഴ്ചകൾക്ക് സ്ഥായീഭാവമില്ലല്ലോ. നിദ്ര വിട്ട് ഉണരുന്നതോടെ എല്ലാം മറയുന്നില്ലേ? കണ്ടതും അനുഭവിച്ചതുമെല്ലാം വെറും ഭ്രമമായിരുന്നു. അജ്ഞാനമകന്ന് ജ്ഞാനസാക്ഷാത്കാരം നേടിയ യോഗിയുടെ അവസ്ഥയും ഇതുതന്നെയാണ്. അല്ലയോ നാരായണ, അങ്ങേക്ക് നമസ്കാരം.